നമസ്കാരം. ഞാൻ മണി, ഡെൽറ്റ മണി എന്ന് പറയും. ബാംഗ്ലൂരാണ്, മടിവാളയിലാണ് ഇപ്പോൾ ഉള്ളത്. ബാംഗ്ലൂർ മടിവാളയിൽ ബിസിനസ്സും ബാംഗ്ലൂരിൻ്റെ പല ഭാഗങ്ങളിലും ബിസിനസ്സുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ബാംഗ്ലൂർ ചെറുപ്പത്തിൽ വന്ന ഞാൻ ജനിച്ചത്, ഞാൻ വളർന്നതൊക്കെ ഒരു ഭയങ്കര കഷ്ടപ്പാടില്ല. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ട് മുന്നോട്ട് പഠിക്കാൻ പറ്റാതെ ഒരുപാട് കഷ്ടപ്പാടുണ്ടായതുകൊണ്ട് തന്നെ ഇനി വരുന്ന തലമുറയിൽ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളൂ. അതാണ് എൻ്റെ അത് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കും. ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ആഗ്രഹം. നാട്ടിലായാലും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, സിനിമേൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ഇതൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുക, ഒരുപാട് പാവങ്ങൾ കൊടുക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെന്നും നിലനിർത്താൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ഓട്ടം. ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ ജോലിക്കായിട്ടാണോ, എങ്ങനെയാണ്? അല്ല, നമ്മൾ കുറേ ജോലികൾ അവിടെയും പല നാട്ടിലൊക്കെ ചെയ്തിട്ട്, അങ്ങനെ ബാംഗ്ലൂരിലും ഒക്കെ ജോലികൾ ചെയ്ത് ഇവിടുന്ന് അങ്ങനെ എല്ലാ പണിയെടുത്തിട്ടുണ്ട്. ഇനി എടുക്കാൻ ബാക്കിയൊന്നുമില്ല. അമ്മയായിട്ടുള്ള ബന്ധം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ രാജകുമാരിയാണ്. ഒരുപാട് കഷ്ടപ്പാടിലാണ് അമ്മ വളർത്തിയത്. അതായത് അത്രയും കഷ്ടപ്പാടുള്ള സമയത്ത് ഒരുപാട് നമ്മളെ, അങ്ങനെയും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആണെങ്കിലും എനിക്ക് ഒന്നാമത് അമ്മേനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അമ്മയ്ക്ക് കാലിലൊരു ഉമ്മ കൊടുക്കും, പിന്നെ വയറിലൊരു ഉമ്മ കൊടുക്കും, പിന്നെ ഒരു ഗുഡ് നൈറ്റ് ഉമ്മയും കൊടുത്തിട്ടേ ഞാൻ കിടക്കുള്ളൂ. പിന്നെ അതുപോലെ അമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. അതുകൊണ്ടാണ് അമ്മേനോട് ഭയങ്കര, ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ രാജകുമാരിയാണ്. ബാംഗ്ലൂർ ഹോട്ടൽ ബിൽഡിങ്ങുകൾ, അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, പിന്നെ കുറേ പ്രോപ്പർട്ടി ബിസിനസ് ഉണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ദുബായിലൊക്കെ പോകാറുണ്ട്. അവരെ കുറേ കാര്യങ്ങൾ നമ്മൾ വേറെ ആളുകളായിട്ട് കൂടി ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോഷ്യൽ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? സോഷ്യൽ വർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, കണ്ണ് കാണാത്ത മക്കളെ, അതുപോലെ തന്നെ കുറേ വയസ്സായ ആളുകളെ, പിന്നെ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. മക്കള് പുറത്തേക്ക് വിട്ടും അവരെ അച്ഛനും മാതാപിതാക്കന്മാരെ നമുക്ക് തെരുവെന്ന് കാണുമ്പോൾ ഞാൻ കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ അവരെ ഓരോ സ്ഥലത്ത് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ നിർത്തുന്നു. എൻ്റെ കൂടെ കുറേ വയസ്സായ ഒരുപാട് ഏജായ ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്നും ഒന്നും മേടിക്കാതെ നമ്മളെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസേൻ്റെ അതിന് മാക്സിമം നമ്മളെ ഇതുപോലത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മളെ ആളുകൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുകയാണ്. കാരണം അച്ഛനും അമ്മയും എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാകുന്ന കാലത്ത് അതിൻ്റെ വില അറിയില്ല. അതിപ്പോൾ അവർ പോകുമ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ. അപ്പം അമ്മ മരണപ്പെട്ട് ഇപ്പോൾ 1 വർഷമായി. അപ്പോൾ ഈ 1 വർഷം കൊണ്ട് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കറിയാം. കാരണം അമ്മ ഇല്ലാതാകുമ്പോഴാണ് അമ്മേൻ്റെ വേദന അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വയസ്സായ ആളുകളെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമ്മളെ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു എന്നുള്ളതിനൊരു അർത്ഥം വേണ്ടേ. അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ മക്കൾ പഠിക്കുന്നു, കുറേ സ്പൈനൽ കോഡിൻ്റെ ആളുകളുണ്ട്, കണ്ണ് കാണാത്ത കുട്ടികളുണ്ട്. പിന്നെ അത് നമുക്ക് കണ്ണാണത്ത മക്കളെന്ന് നമ്മൾ ഒരിക്കലും കേരളമോ അല്ലെങ്കിൽ തമിഴ്നാടോ കർണാടക അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല, എല്ലാ ഭാഗത്തു നിന്നുള്ള മക്കളെ നമ്മൾ നോക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ബിസിനസ്സിൻ്റെ ലാഭത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നതിന് അതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ചെയ്യുന്നുണ്ട്, കർണാടകത്തിൽ ചെയ്യുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ കേരളത്തിൽ നിന്ന് എന്തൊരാവശ്യം വന്ന് വിളിച്ച ഒരാളെ പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കല്യാണങ്ങൾ, കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഇതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ ബന്ധങ്ങൾ എല്ലാവരും ഒരുപോലെ, എല്ലാ രാഷ്ട്രീയക്കാരും നമ്മളോട് നല്ല ഇതിലാണ് നിൽക്കുന്നത്. ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാലേ, ഒന്നാമത് നമ്മൾ വന്ന വഴിയാണ് നമ്മൾ ചാരിറ്റി പ്രവർത്തനത്തിലേക്ക്, അതായത് ആളുകൾക്ക് സഹായം കൊടുക്കുക എന്നുള്ളത് ഞാൻ ജീവിച്ചതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇതാണ്. അതായത് ഞാനെൻ്റെ അമ്മ പാടത്ത് പണിയെടുത്ത് കൊടുന്ന് ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് തരുമ്പോഴും അതിൽ അവിടെ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾക്കും അതിൻ്റെ ചോറ് ഊറ്റി തന്ന് അതിൻ്റെ വെള്ളം അച്ഛനും അമ്മയും കുടിച്ച് കിടക്കുന്ന ഒരു അച്ഛനും അമ്മയായിരുന്നില്ലേ. അപ്പൊ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്, അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെ നമ്മളെ ഇതിലേക്ക്, അതായത് എന്താണ് ചെയ്യാൻ പറ്റുക എത്രത്തോളം, അതായത് കുട്ടികളുടെ പഠനങ്ങൾ, പിന്നെ കണ്ണ് കാണാത്ത മക്കള്. ഇപ്പൊ ഞാനൊക്കെ നോക്കുന്ന കുറെ കണ്ണ് കാണാത്ത മക്കളിൽ ഒരുപാട് ആളുകൾ ഈ ഒരു രാത്രി കിടന്ന് പിറ്റേ രാവിലെ എണീക്കുമ്പോൾ അവർക്ക് കാഴ്ച ഇല്ലാത്തൊരു പ്രശ്നമാണ് വരുന്നത്. അപ്പൊ അതിൻ്റെ അടുത്ത് അതിൻ്റെ തലയിലെ നരമ്പ് ഇതായി എന്നില്ലാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എത്രയല്ലോ ഒരു മനുഷ്യന്. അപ്പൊ എന്താണോ ചെയ്യാൻ പറ്റുക നമ്മളെ ജീവിതത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത്ര ചെയ്ത് ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും.
കാരണം ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇനിയും ചാരിറ്റി എന്നില്ല അല്ല, നമ്മളെ സഹോദരന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മൈൽ ഫൗണ്ടേഷന്റെ രക്ഷാധികാരി എന്നുള്ള നിലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്? ജീവകാരുണ്യ മേഖലയിൽ സ്മൈൽ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. അതായത് ഒരുപാട് കുട്ടികളുടെ പഠനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ബാഗ്, ഡ്രസ്സ്, കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് എത്തി എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ ഹോസ്പിറ്റലിൽ ഫുഡ്, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എന്തൊക്കെ ഹെൽപ്പുകൾ വേണം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മേഖല ഞങ്ങൾ കേരളത്തിലേക്കും അതുപോലെ ഓൾ ഇന്ത്യ ലെവലിലാണ്. അപ്പം ഞങ്ങൾ എല്ലായിടത്തും ഇതിനെ നമ്മളെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ രക്ഷാധികാരി എന്ന നിലയ്ക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ കർണാടക സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റാണ്. അത് ഇതുപോലെ തന്നെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഇതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ അതിൽ നിൽക്കുന്നത്. നമ്മൾ ഇതന്നെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഭാഗമായ എൻ്റെ ഒരു അർത്ഥം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് നമുക്ക് സിനിമേൻ്റെ ഒരു പ്രൊഡക്ഷനിലേക്ക് പോകുന്ന ഒരു വെയർ ഹൗസ് ഉണ്ട്. സിനിമേൻ്റെ എക്യുപ്മെൻസുകൾ പോകുന്ന വെയർ ഹൗസ് ഉണ്ട്. പിന്നെ ഞാൻ സിനിമയിൽ ഇപ്പോൾ അടുത്തൊരു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു പടമുണ്ട്, ചാക്കോച്ചൻ്റെ കൂടെ ഒരു പടത്തിൽ ഒരു വേഷമുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ചാക്കോച്ചനായിരുന്നു. അപ്പം അങ്ങനെ സിനിമയിൽ നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ്. സിനിമയായിട്ട് നല്ല നല്ല ബന്ധങ്ങളാണ്. നമ്മുടെ ഡെവലപ്മെന്റ്സ് ഒക്കെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് തുടങ്ങുന്നത്. ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ബാംഗ്ലൂരിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ബാംഗ്ലൂർ ഇല്ലെങ്കിൽ ചിലപ്പോൾ മണി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു കഷ്ടപ്പാടിന്ന് ഇവിടെ നിന്നാണ് നമ്മുടെ ഡെവലപ്മെന്റ്. അതുകൊണ്ട് ബാംഗ്ലൂരിന് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നന്നെ ഉട്ടിത തായി കേരള എന്ന് പറയും, നന്നെ സാക്കിയത് തായി കർണാടക. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ കേരളത്തിലാണെങ്കിൽ എന്നെ വളർത്തിയ എൻ്റെ അമ്മ എൻ്റെ ബാംഗ്ലൂരാണ്, എൻ്റെ കർണാടകയാണ്. കർണാടകനെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്തി പറയാൻ കഴിയില്ല. കർണാടക ഇല്ലെങ്കിൽ മണി എന്ന് പറഞ്ഞൊരു വ്യക്തിയില്ല. എപ്പോഴും കർണാടക സ്റ്റേറ്റിനോട് ഞാൻ എപ്പോഴും ആ ഒരു നമ്മളെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ആദരിക്കാം. ആ മനസ്സുകൊണ്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മളെ സ്റ്റേറ്റിൽ എന്നും നല്ലത് മാത്രം വരണേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ബാംഗ്ലൂരിൽ ബിസിനസ് ചെയ്ത് ഒത്തിരി ആളുകൾ വലിയ വലിയ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബിസിനസ് സാധ്യതയുള്ള ഒരു നാടാണ് കർണാടകത്തിൽ നമ്മളെ ഈ ബാംഗ്ലൂരിൽ വന്ന് ബിസിനസ് ചെയ്ത് ഏതോ ലെവലിലെത്തി ഒരുപാട് ആളുകളുണ്ട്. അതിലൊരു ചെറിയൊരാൾ മാത്രമാണ് ഞാൻ. നല്ല സാധ്യത ഉണ്ട്, എപ്പോഴും വരാം. എല്ലാവർക്കും വന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു ഇതാണ് നമ്മളെ ബാംഗ്ലൂരിലേക്ക് ഞാനായതുകൊണ്ടും എല്ലാവരും ഒന്ന് ക്ഷണിക്കുകയാണ്. എല്ലാവരും വരിക. നമ്മൾ ഒരു നല്ല നല്ല ബിസിനസ് സാധ്യതകളും കാര്യങ്ങളും ഉണ്ട്. ഇത് ഇർഫാൻ എൻ്റെ പാർട്ട്ണറാണ്, പിന്നെ എൻ്റെ സഹോദരനാണ്, അനിയൻ്റെ സ്ഥാനമാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങളിൽ അവന് എല്ലാവരും അവനാണ് ഉണ്ടാവുക. ഞങ്ങൾ ഒരുപാട് വർഷത്തെ പരിചയം ഉണ്ട്. പക്ഷെ ഒരുപാട് വർഷത്തെ പരിചയത്തിന്റെ മുൻപേ ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ്സിലോട്ടില്ല. അതിനുശേഷം ഞങ്ങളുടെ ബന്ധം പോകെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ബിസിനസ്സിലോട്ട് വന്നതും. മണിയേട്ടനെ പോലെ ഒരാളുടെ കൂടെ ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിന്റെ പുറത്താണ് ഞാൻ എന്ത് ചെയ്തത്, മണിയേട്ടനെയും കൂട്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഈ റെസ്റ്റോറൻറ്റ് മേഖല. ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 ബ്രാഞ്ചുകൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിന്റെ ഞങ്ങളുടെ കമ്പനിയുടെ അണ്ടറിൽ ഉണ്ട്. ഞാൻ ബാംഗ്ലൂർ വന്ന കാലം മുതലുള്ള ഒരു സൗഹൃദമാണ് മണിയേട്ടനായിട്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷകാലത്തെ ഒരു 10-15 വർഷത്തെ സൗഹൃദം ഞങ്ങളിലുണ്ട്. ആ സൗഹൃദം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ ബാംഗ്ലൂർ റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ ചെയ്തത്.
ആ ഒരു സൗഹൃദം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. അതോടുകൂടെ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.